അവർ വീട് പണി തുടങ്ങി കഴിയുന്ന സമയം തൊട്ടിട്ട് അവർക്ക് മാറാരോഗങ്ങളും ഒരുപാട് അസുഖങ്ങൾ അതുപോലെ തന്നെ മരണങ്ങൾ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതും ഈ വാസ്തുവുമായി തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ സാർ? പല വീടുകളും കെട്ടിത്തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഗൃഹനാഥനോ അല്ലെങ്കിൽ അതിൻ്റെ ഡിഗ്രി ബേസിൽ എവിടെയാണോ ഫോൾട്ട് അതിന് അനുയോജ്യമായ വില കൊടുക്കേണ്ടി വരുന്ന വ്യക്തിയും ബാധിക്കപ്പെടും. ഹായ്, നമസ്കാരം. വാസ്തുപരമായി പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിട്ടും നിങ്ങൾ ഇപ്പോഴും വിഷമത്തിലാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നുണ്ടോ? വലിയ കാറ്, വീട് എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിന് സമാധാനമില്ല, വിഷമത്തിലാണ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇതിനൊക്കെയുള്ള ഉത്തരം, നിങ്ങളുടെ മനസ്സിൽ ഓരോരോ ചോദ്യങ്ങളുണ്ടായിരിക്കും. ഇതിനൊക്കെയുള്ള ഉത്തരമായിട്ട് നമ്മുടെ ആസ്ട്രൽ തങ്കച്ചൻ സാറുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. ചിലർ പറയുന്നുണ്ട് അവർ വീട് പണി തുടങ്ങി കഴിയുന്ന സമയം തൊട്ടിട്ട് അവർക്ക് മാറാരോഗങ്ങളും ഒരുപാട് അസുഖങ്ങൾ അതുപോലെ തന്നെ മരണങ്ങൾ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതും ഈ വാസ്തുവുമായി തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ സാർ? തീർച്ചയായിട്ടും വാസ്തുവുമായി. കാരണം ഇത് DNA സബ്ജക്റ്റ്, DNA വാസ്തു എന്നൊരു സെക്ഷൻ ചെയ്യുന്നുണ്ട് ഞാൻ. ഇത് DNA വാസ്തു സബ്ജക്റ്റാണ്. ഒരു പക്ഷേ ഒരിക്കൽ പോലും ഇതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ ഇപ്പം വിദേശത്തിരുന്നുകൊണ്ട് അവർ കാശ് അയച്ചു കൊടുക്കുന്നു. ആ കാശ് അളിയനോ അല്ലെങ്കിൽ സഹോദരിയോ അല്ലെങ്കിൽ ഭാര്യ, അമ്മ, അച്ഛൻ, ആരെങ്കിലും നാട്ടിലുള്ളവർ ആ വീട് കെട്ടുന്നു. ഒരിക്കൽ പോലും ഈ വ്യക്തി വീട്ടിലോട്ട് വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ തുടക്കം വീട് കെട്ടി തന്നെ ഒരു പകുതി ആകുമ്പോഴത്തേന് അദ്ദേഹത്തിനവിടെ സ്ട്രഗിൾ ആവുന്നു. അവിടെ മാന്യമായ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ്, മാന്യമായ സംസ്കാരം ഉള്ളതുകൊണ്ടാണ്, മാന്യമായ ശമ്പളം, ഇതെല്ലാം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വരുമാനത്തിൽ നിന്നാണ് അദ്ദേഹം ഒരു പുതിയ വീടെന്നുള്ള സങ്കല്പത്തിലോട്ട് വരുന്നത്. പക്ഷെ വീട് പണി തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് സ്ട്രഗിൾ ആവുന്നു. ഇതാണ് DNA, ഇതാണ് വാസ്തു. അതായത് ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെയാണ്, മനസ്സിലേ? അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ വിശദമായി സംസാരിക്കേണ്ടിയിരിക്കുന്നു, മനസ്സിലേ? അവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ വീട് എന്ന് ആര് ചിന്തിക്കുന്നുവോ ആ വീട് അദ്ദേഹത്തിൻ്റെതാണെങ്കിൽ ആ വീടിനുള്ള കുറവുകളും അദ്ദേഹം അനുഭവിക്കണം. പക്ഷെ ഒരു പക്ഷെ അത് വാസ്തു യോഗ്യമായ രീതിയാണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ മികവും അദ്ദേഹം അനുഭവിക്കും. ഒരുപാട് ആൾക്കാർ വീടിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടിട്ട് അതിൻ്റെ പ്ലാൻ സക്സസ്ഫുൾ ആയിട്ട് വരച്ച് ഒരു 6 മാസം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ, 6 മാസം അവരുടെ പ്രത്യേക കാരണങ്ങൾ, ചിലപ്പോൾ മഴയോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ 6 മാസം കഴിഞ്ഞ് കെട്ടാമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ആ വീടിൻ്റെ പ്രൊമോഷൻ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് വാസ്തു എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും നോൺ മെറ്റീരിയൽ ഫാക്ട്സ് പരസ്യമായി കാണിച്ചു കൊടുക്കാൻ ഒരു സംഭവമില്ല. പക്ഷേ ഒരു എനർജി വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് തനതായ ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് ഐശ്വര്യം അതല്ലെങ്കിൽ നിർഭാഗ്യം കൊടുക്കുന്നു എന്നുള്ളത് വാസ്തു സത്യങ്ങളാണ്. ചില വീടുകൾ നമ്മൾ പണിയുമ്പോൾ നോർമലി ഒരു വീട് പണിഞ്ഞ് കുറച്ച് കല്ല് കൂടുതൽ വേണ്ടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, കിഴക്ക് നോക്കിയ വീടാ അല്ലെങ്കിൽ വടക്ക് നോക്കിയ വീടാന്ന് വെക്കുക. അപ്പം ഒരു ലോഡ് കല്ല് കൊണ്ട് ഇറക്കുകയാണ്. അവർ നേരെ എന്ത് ചെയ്യുന്നറിയോ, നിർഭാഗ്യവശാൽ അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ ഒരു 2 ലോഡ് കല്ലിറക്കി വെക്കുകയെന്ന് വെക്കാം, അല്ലെങ്കിൽ കുറച്ച് മണ്ണിറക്കി വെക്കുകയെന്ന് വെക്കാം. വീട്ടുകാരും ഉടന്തയല്ല, പണിക്കാർ ആരില്ല. ഈ ലോറി ഡ്രൈവർ വണ്ടി റിവേഴ്സ് എടുത്ത് അകത്തോട്ട് പോകാൻ മേടിച്ച് ആ കോർണറിൽ എവിടെയെങ്കിലും ഇറക്കി വെച്ച് പോകുന്നു. ഇത് സംഭവിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മെല്ലെ 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 എൻ്റെ പണികൾ മെല്ലെ മെല്ലെ സ്ലോ ആവും. ചിലപ്പോൾ അടുത്ത ആഴ്ചക്കുള്ള പണിക്കൂലി ഇവരടുത്ത് ഇല്ലാതാവുന്നു. ചിലപ്പോൾ ആ മേശരിക്ക് എന്തെങ്കിലും സുഖമില്ലാമായിരുന്നു. ഏതെങ്കിലും ഒരു കാരണവശാൽ ആ പണി തടസ്സപ്പെടും. വടക്ക് കിഴക്ക്, ഞാൻ വർക്ക് ചെയ്യുന്ന സൈറ്റിലായിരുന്നാലും ശരി, എൻ്റെ കൺസ്ട്രക്ഷനിലായിരുന്നാലും ശരി, ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് എപ്പോഴും അവിടെ നിൽക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ എത്ര സ്ഥലം ഇല്ലായ്മ ഉണ്ടെങ്കിൽ പോലും വടക്ക് കിഴക്ക് ഭാരം ഒന്ന് ഇറക്കി വെക്കരുതെന്ന് പറയും. ആ വർക്ക് സ്റ്റക്കാവും. വീട് പണി നടക്കുമ്പോൾ കന്നിമൂല ഭാഗങ്ങളാണ് കൂടുതൽ പ്രൊമോഷൻ ചെയ്യേണ്ടത്, കൂടുതൽ ഉയർന്നു വരേണ്ടത്. പകരം നോർത്ത് ഈസ്റ്റ് ഉയർന്നും കന്നിമൂല താഴ്ന്നും പണി, ഈ റേഷ്യോയിൽ പണി കെട്ടുമ്പോൾ ആ വീട് തടസ്സപ്പെടും. ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, മതിൽ കെട്ടണം, മറ്റു കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു സെപ്റ്റി ടാങ്ക് ഒന്ന് കുഴിച്ചിടും, ഒരു അസൗകര്യം ഒഴിവാക്കാൻ വേണ്ടി. അവിടെ ബ്രേക്കാവും. ആൾറെഡി വീടിൻ്റെ രാശിക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു കിണർ ആരെങ്കിലും വന്ന് പറയും, തെറ്റായ സ്ഥാനത്ത് കിണർ പോയി കഴിഞ്ഞാലും വീട് തടസ്സപ്പെടും. ഇതെല്ലാം വീട് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാവും. പക്ഷെ നമ്മളെന്ത് ചെയ്യും, ഒരു വീട് കെട്ടുന്നതും കല്യാണം കഴിപ്പിക്കുന്നതൊക്കെ എല്ലാം ഭയങ്കര ശ്രമമാണെന്നുള്ള പഴഞ്ചൊല്ലിൽ വിശ്വസിച്ച് അത് ശരിക്കും നമുക്ക് തരുന്നത് സിഗ്നലാണ്. തെറ്റ് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അത് പക്ഷെ നമ്മളതിനെ അതിജീവിക്കാൻ ശ്രമിക്കും. കാരണം നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്, ഒരു കല്യാണം കഴിപ്പിക്കുന്നതും ഒരു വീട് കെട്ടുന്നതും വീട്ടെ കെട്ടിപ്പാർ കല്യാണത്തെ പണ്ണിപ്പാർ എന്ന് പറയും, മനസ്സിലല്ലേ? അപ്പം അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഒരു കുഴപ്പമില്ല, വീടൊക്കെ വളരെ സുഖമായി കെട്ടാൻ പറ്റും. കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ ദിവസങ്ങളിൽ സുഖമായി കെട്ടാൻ പറ്റും. പക്ഷേ ഇവർക്കിത് അറിയില്ല. ഇവർ വിചാരിക്കുന്ന വെച്ചാൽ എല്ലാം ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം പോരാടുകയാണ്. എപ്പോഴും വീട് കെട്ടുമ്പോൾ തന്നെ ഫസ്റ്റ് ലാൻഡ് വിസിറ്റ് ചെയ്ത് ചെയ്യാവൂ. ഞാൻ എല്ലാവരോടും പറയും, എനിക്ക് നല്ല തിരക്കാണെങ്കിൽ പോലും ആദ്യമായി ഒരു ലാൻഡ് സെലക്ട് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ അങ്ങോട്ട് പറയും,
നിങ്ങൾ ലാൻഡ് വിസിറ്റ് ചെയ്യിപ്പിക്കുക. കാരണം എല്ലാം ഒരേ ഇതാണ്. ഞാൻ ലാൻഡ് വിസിറ്റ് ചെയ്യുന്ന വെച്ചാൽ ലാൻഡ് വിസിറ്റ് ചെയ്ത് അതിനെ ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതെല്ലാം കണ്ടുപിടിച്ച് അഭിപ്രായപ്പെട്ടിട്ട് പൊസിഷൻ പ്ലാൻ വരച്ചു കൊടുക്കുന്നു. പൊസിഷൻ പ്ലാൻ വരച്ചു കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം അത് തുടക്കത്തിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ കൊണ്ടുപോകാം. ഇവർ ബേസ്മെൻ്റൊക്കെ കെട്ടി ഇനിയാണ് നമ്മൾ വീട് കെട്ടാൻ പോകുന്നത്, ഇനി അപ്പം പുള്ളിയെ വിളിച്ചാൽ മതി, എന്തെങ്കിലും കുറ്റങ്ങളുണ്ട് ഇപ്പോൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ പലരും എന്നെ വിളിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഞാൻ എല്ലാ ഭാഗത്തും പോയി തുറന്ന് സംസാരിച്ചിട്ട് വരുന്നൊരു പതിവ് എനിക്കുണ്ട്. അപ്പോൾ പല വീടുകളും കെട്ടിത്തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഗൃഹനാഥനോ അല്ലെങ്കിൽ അതിൻ്റെ ഡിഗ്രി ബേസിൽ എവിടെയാണോ ഫോൾട്ട് അതിന് അനുയോജ്യമായ വില കൊടുക്കേണ്ടി വരുന്ന വ്യക്തിയും ബാധിക്കപ്പെടുന്നു. അപ്പം നമ്മൾ പറയത്തില്ലേ, മൂത്ത കുട്ടി വടക്ക്, രണ്ടാമത്തെ കുട്ടി കിഴക്ക്, മൂന്നാമത്തെ കുട്ടി തെക്ക്, നാലാമത്തെ കുട്ടി പടിഞ്ഞാറ്, ഇനി അഞ്ചാമത്തെ കുട്ടി ഉണ്ടെങ്കിൽ തിരിച്ചും വടക്കിലോട്ടാണ് പോകുന്നത്, ആറാമത്തെ കുട്ടി ഉണ്ടെങ്കിൽ തിരിച്ചും കിഴക്കിലോട്ട്, ഇങ്ങനെ റൊട്ടീൻ ആയിക്കൊണ്ടിരിക്കും. അതിൽ ആൺകുട്ടിക്ക് എന്ത്, പെൺകുട്ടിക്ക് എന്ത്, ഡിഗ്രി ബേസിൽ ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് സൂത്രങ്ങൾ എന്ന് പറയുന്നത്. ഇതിന് സൂത്രങ്ങൾ എന്ന് പറയും. അതായത് ഇത് ഒരു ദിവസം കൊണ്ട് ഒരാളുടെ കയ്യിൽ നിന്ന് വന്നതല്ല. ഗുരു ശൃംഖലകളിൽ ഓരോ ഗുരു സംവിധാനങ്ങളും കൈമാറി 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 ഇതിനെല്ലാം ചേർത്ത് വായിച്ച് ഒരേ ഡിഗ്രിയിൽ ഒരേ റിസൾട്ട് ഒരേ ഫലങ്ങളും പല നാടുകളിലും സംഭവിക്കുന്നത് സത്യം ഉണർന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇപ്പം ഒരു 45 ഡിഗ്രിയിൽ ഒരു തെറ്റ്, അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ ഒരു തെറ്റ്, അല്ലെങ്കിൽ 180 ഡിഗ്രിയിൽ തെറ്റ്, അല്ലെങ്കിൽ 175 തെറ്റ്, അല്ലെങ്കിൽ 260 തെറ്റ്, അല്ലെങ്കിൽ സാക്ഷാൽ 245 തെറ്റ് കേരളത്തിലും തമിഴ്നാട്ടിലും അല്ലെങ്കിൽ കൊല്ലത്തും എറണാകുളത്തും ചങ്ങനാശ്ശേരിയും അതല്ലെങ്കിൽ കോയിൽപ്പെട്ടിയിലും മധുരയിലും തിരുച്ചിയിലും രാമനാഥപുരത്തും ഒക്കെ എല്ലാം ഒരേപോലെ ആ വീട്ടുകാർ അനുഭവിക്കുന്നു. ഇതിന് ഞങ്ങൾ എല്ലാ വർഷവും മാസ്റ്റേഴ്സ് മീറ്റിംഗ് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും കൂടിയിരുന്ന് ഞങ്ങളുടെ എടുക്കുന്ന ഞാൻ വീട് പോകുമ്പോൾ എല്ലാം എഴുതിയെടുക്കും. ഇതെല്ലാം ഞങ്ങൾ പരസ്പരം ഈ ഡിഗ്രി എല്ലാം മാച്ച് ചെയ്ത് ഞങ്ങളത് കൺഫേം ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ ഒന്ന് അവതരിപ്പിക്കുന്നത്. സോ ഇതിൻ്റെ പിന്നിലും വളരെ കഷ്ടപ്പാടും വളരെ ശാസ്ത്രീയമായ പഠനങ്ങളും ഉണ്ട്, മനസ്സിലേ. അല്ലാതെ വെറുതെ വായി തോന്നൊക്കെ വിളിച്ചിട്ട് പോകാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങനെ ഒരു സാധാരണ ഒരു നിസ്സഹായനല്ല ഞാൻ, എനിക്കറിയാം. അപ്പോൾ കേൾക്കാൻ പ്രാപ്തമുള്ളവർ കേൾക്കുന്നു, അത് കഴിഞ്ഞ് അതേ നിരസിക്കുന്ന ആൾക്കാരനെ 1-2 വർഷം കഴിഞ്ഞ് തിരിച്ച് സ്വീകരിക്കുന്നു. ഇതെല്ലാം ആ ദശ, ഭുക്തി, അന്തരംഗം, സൂക്ഷ്മം, അതിസൂക്ഷ്മം എന്നുള്ള കൊച്ചാര രീതികൾ, ജാതകത്തിൻ്റെ വളരെ സുപ്രധാനമായ ഭാഗങ്ങൾ, ഗ്രഹ സംവിധാനങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ തിരസ്കരിക്കുന്നു. ഇതിൻ്റെ കാഴ്ചപ്പാടിലാണ് നമ്മളത് എടുക്കേണ്ടത്, മനസ്സിലായില്ലേ. അപ്പോൾ വീട് കെട്ടുമ്പോഴേ വളരെ ശ്രദ്ധാപൂർവ്വം വീട് കെട്ടണം. ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി, തലമുറ 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 ആ വീട് നിങ്ങൾക്ക് സൗഭാഗ്യം തരും. എവിടെയാണ് അവിടെ അബദ്ധം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും റിനോവേഷൻ വർക്കുകൾ നടക്കുമ്പോൾ കൂടുതൽ കുറവുകൾ ചെയ്യുന്നില്ലേ, അവിടെയാണ് വാസ്തു തിരിച്ച് തിരിയപ്പെടുന്നത്. അപ്പൊ ഇത് പ്രശസ്തമായ അമ്പലങ്ങളിൽ പോലും ഇത് സംഭവിക്കുന്നുണ്ട്. ആദ്യം അതൊരു വാസ്തുയോഗ്യമായ അമ്പലമായിരിക്കാം. അമ്പലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ബ്ലോഗിന് അത് ഓർമ്മിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. അമ്പല പരിഹാരങ്ങളും അമ്പല ദർശനങ്ങളും ആര് ദൈവമായി സ്വീകരിക്കാം എന്നുള്ള എല്ലാവരും കോൺസെപ്റ്റ് ഉണ്ട്, പറയാം. ഇപ്പൊ നമ്മൾ ഇതിൽ പോകാം. പ്രശസ്തമായ അമ്പലങ്ങൾ പോലും ആദ്യം വാസ്തുയോഗ്യമായ അമ്പലങ്ങളാണ്. പിന്നെ അത് പുരോഗമിച്ച് തിരക്കുകൾ കൂടുമ്പം അമ്പല കമ്മിറ്റി, സൊസൈറ്റി, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാർ ചേർന്ന് പുതിയ ഡെവലപ്മെന്റ് വരുമ്പോഴാണ് വാസ്തു മാറുന്നതും അമ്പലത്തിന്റെ ആ ഒരു പവർ കുറയുന്നതെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നത്. വീടുകൾ വാസ്തുയോഗ്യമായി കെട്ടിക്കഴിയുമ്പോൾ അതൊരു കൂരയായിരുന്നാൽ അത് കൊട്ടാരമായി മാറും, മനസ്സിലായി. അപ്പം വാസ്തുയോഗ്യമായി കെട്ടുന്ന വീടുകൾക്ക് ഒരിക്കലും പിന്നീട് അബദ്ധം പറ്റില്ല. അത് ഡെവലപ്പ് ചെയ്ത് മറ്റെന്തെങ്കിലും പ്രോഗ്രസീവായ പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മാത്രമേ വാസ്തു മാറുന്നുള്ളൂ ഡിഗ്രി ബേസിൽ. അതുകൊണ്ട് അതുപോലെ തന്നെ ന്യൂമറോളജി ആയിരുന്നല്ലോ ശരി. ന്യൂമറോളജി ശബ്ദമാണ്. ഇപ്പം ഞാൻ ന്യൂമറോളജി വ്ളോഗ് എന്തുകൊണ്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ എന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക, എന്തേ ന്യൂമറോളജി വ്ളോഗ് വരുന്നില്ലെന്ന്. അവരെ കണ്ട് പേടിച്ച ന്യൂമറോളജി വ്ളോഗ് കൊടുക്കാത്തത്, കാരണം അത്രയും വർക്കിലോട്. അതുകൊണ്ടാണ്. അപ്പോൾ ന്യൂമറോളജിയിൽ ഒരു പ്രശസ്തമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ എങ്ങനെ ന്യൂമറോളജി വർക്കൗട്ട് ആവുന്നെന്ന് പറഞ്ഞു. വാസ്തു ഓക്കെ അല്ലേ, സൂര്യപ്രകാശം ദിവസം റൊട്ടീനായി വരുന്ന സൂര്യപ്രകാശം ഉത്തരായണം ദക്ഷിണായണം ഒരു സ്ഥായിയായ ഒരു എനർജി ഫ്ലോ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. അതേപോലെ ന്യൂമറോളജിയിൽ നമ്മൾ ഏറ്റുവാങ്ങുന്ന ഒരു ഫോഴ്സിൽ നമ്മൾ ബാധിക്കപ്പെടും. ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ നമ്മൾ താഴോട്ട് പോകും, ഏറ്റുവാങ്ങുന്ന ഫോഴ്സ്. പക്ഷെ അത് നമ്മളിൽ ഒരു ആഘാതം ഉണ്ടാക്കിയിട്ടേ പോകുള്ളൂ, ഒന്നും നല്ലതല്ല ചെയ്തത്. അതേപോലെ ശബ്ദമാണ് നമ്മൾ, ശബ്ദ തരംഗങ്ങളാൽ എപ്പോഴും നമ്മൾ പൂർണ്ണമാണ്, ശബ്ദ തരംഗങ്ങൾ. അപ്പോൾ ഒരേ ആശയം, ഭക്ഷണം കഴിച്ചു എന്നുള്ളൊരു ആശയം, അത് തമിഴ്നാട് ബേസ് സാപ്റ്റിംഗിലാന്ന് ചോദിക്കുന്നു. ഹാഡ് യുവർ ലഞ്ച്, ഖാന ഖായ, ഊണ് കഴിച്ചോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചോറ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കും, മനസ്സിലായില്ലേ. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും, ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ ഒരാശയമാണ് എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിക്കുന്നത്. പല ശബ്ദങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത് അല്ലേ. ഇതേപോലെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ശബ്ദങ്ങൾ നിങ്ങൾ ഒരാശയമാണെങ്കിലും പല റാൻഡം സ്റ്റൈലിലാണ് നിങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത്. അത് നിങ്ങൾ ഒന്നും ചെയ്യില്ല, കാരണം അത് റാൻഡം സ്റ്റൈലാണ്. പക്ഷേ ഒരേ ഒരു ശബ്ദം
നിങ്ങൾ ഏത് നാട്ടിൽ പോയാലും ഏത് രാജ്യത്തിൽ പോയാലും നിങ്ങളെ പിന്തുടരും. അതേത് ശബ്ദം എന്നറിയോ? ഇനി നിങ്ങൾ മരിച്ചവരെ വിശ്വസിക്കുമ്പോൾ സ്വർഗത്തിലും നരകത്തിലും പോയാലും അവിടെയും ആ പേരിൽ വിളിക്കുന്നു എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങളുടെ പേര്. അതിന് ഫ്രീക്വൻസി മാറുന്നില്ല. ഇല്ല, അതിന് ഒരേ ശബ്ദത്തിൽ ഒരേ ഫ്രീക്വൻസിയിൽ. അപ്പോൾ അത് കേട്ട് 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 വിശ്വസിക്കുകയും പ്രതികരിക്കുകയും സെൻസ് ചെയ്യുകയും ചെയ്ത് നിങ്ങൾക്ക് ആ ശബ്ദത്തിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും. ആ ഫ്രീക്വൻസി നിങ്ങൾ നിയന്ത്രിക്കും. അത് ലോ ആണെങ്കിൽ നിങ്ങൾ ലോ ഫ്രീക്വൻസിയിലുള്ള ആളായിരിക്കും, ഹൈ ആണെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിലുള്ള ആളായിരിക്കും. അപ്പോൾ ഒരു വട്ടം അത് നമ്മൾ ചെയ്ത് വയ്ക്കുമ്പോൾ പിന്നെ മരണം വരെ ആ പേരിൽ നമ്മൾ അറിയപ്പെടുന്നതുകൊണ്ട് ആ ഫ്രീക്വൻസി നമ്മളെ കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു ഹൈ ഫ്രീക്വൻസി ഭാഗീകരമായ ഫ്രീക്വൻസിയിലോട്ട് മാറ്റുക. ഇത് തന്നെയാണ് വാസ്തു, ഇത് തന്നെയാണ് ന്യൂമറോളജി. ഇത് വൺ ടൈം വർക്കാണ്. പിന്നെ രണ്ടാമത് പോയി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ വരുന്നത്? ഇപ്പം അശ്വിനിയാണെന്ന് വയ്ക്കാം. അശ്വിനിയുടെ പേരെന്ന് വെച്ചാൽ നല്ലൊരു പേരാണെന്ന് വയ്ക്കുക. നല്ല സന്തോഷമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് നല്ലൊരു വ്ളോഗറായിട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അശ്വിനി കല്യാണം ആവുന്നു. അപ്പോൾ കല്യാണം ആകത്തോണ്ട് ആരാന്നറിയില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ പേര് പറയും, ഞാൻ രണ്ടാമത് പറയാം. അപ്പോൾ രണ്ടാമതൊരു പേര് വരുമല്ലോ. അപ്പോൾ അശ്വിനി ഒരു എക്സ്. അപ്പം അശ്വിനി നല്ലൊരു ഗുഡ് ഫ്രീക്വൻസിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ഫ്രീക്വൻസി മാറുന്നത് ഒരു എക്സ് കൂട്ടിച്ചേർക്കുന്നില്ലേ, അപ്പൊ ആ ഫ്രീക്വൻസി മാറുന്നു. നിർഭാഗ്യവശാൽ അതൊരു മോശം ഫ്രീക്വൻസി ആണെങ്കിൽ ആഫ്റ്റർ മാരേജ് അശ്വിനിക്ക് ദുരിതം. കാരണം പേര് ചേർത്ത് വായിക്കുന്നില്ലേ, മനസ്സിലാവുന്നില്ലേ? ഇങ്ങനെ ഇപ്പൊ നമ്മൾ വീടിൽ റിനോവേറ്റ് ചെയ്തുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ അമ്പലങ്ങൾ പുതിയ കമ്മിറ്റിക്കാർ വന്ന് പുതിയതായിട്ട് ചെയ്യുമ്പോൾ വാസ്തുവിന്റെ ഡിഗ്രി മാറ്റം സംഭവിക്കുന്ന പോലെയാണ് ന്യൂമറോളജിയിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നത്. ഫ്രീക്വൻസി മാറ്റം എന്ന് പറയും. മനസ്സിലായി. അതല്ലാതെ ഓൺ കീ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, രണ്ടും സ്ഥായിയായ കാര്യങ്ങളാണ്. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കേണ്ടതാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്. താല്പര്യമുള്ളവർക്ക് ക്ലാസ്സിലോട്ട് വരാൻ പഠിക്കാം. പക്ഷേ നിങ്ങൾ പഠിക്കാൻ കഴിയാത്തവരും ഇതൊക്കെ എല്ലാം നിങ്ങൾ ജസ്റ്റ് ആരെങ്കിലും ഒരു വിളിച്ചത് ശരിയാക്കി മുന്നോട്ട് പോവുക. സിമ്പിൾ, കഴിഞ്ഞില്ലേ? അപ്പോ ഞാൻ പറഞ്ഞപ്പോൾ പേടിച്ചോ? ഏതാ? അപ്പോൾ ഇതിങ്ങനെ നമ്മുടേതായിട്ടുള്ള ഫോൾട്ടുകളെല്ലാം നമ്മൾ മെല്ലെ കണ്ടെത്തുക. ഇപ്പം നമ്മളൊരു വീടിനകത്ത് എന്തെങ്കിലും നമ്മളുണ്ടോ, എല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നു, പെയിന്റ് അടിക്കുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലേ? പിന്നെ നമ്മുടെ ഒരു ബിസിനസ്സിനകത്ത് എല്ലാ വർഷവും നമ്മുടെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നു. അവരുടെ ഇങ്ങനെ ഇതേപോലെ തന്നെയാണ് വീട് കറക്റ്റാണോ, വീടിന്റെ പൊസിഷൻ കറക്റ്റാണോ എന്ന് നമ്മൾ ജസ്റ്റ് വാസ്തു രീതിയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ചെറിയൊരു മരമായിരിക്കും വടക്ക് കിഴക്ക് നട്ടത്, നിങ്ങൾ ഒന്നും സംഭവിക്കില്ല. കുറച്ച് കാലം കഴിഞ്ഞ് നിങ്ങൾ മറക്കുന്നു, ആ മരം മെല്ലെ മെല്ലെ ഇപ്പൊ ഹൈബ്രിഡ് അല്ലേ, മെല്ലെ പടന്ന് വടക്ക് കിഴക്ക് മറയ്ക്കുന്നു. നിങ്ങളൊന്നും അറിയുന്നില്ല, അതിലോട്ട് ചിന്തയും പോവില്ല. പക്ഷേ ആ വടക്ക് കിഴക്ക് മറയുന്നത് സ്വാഭാവികമായി പിന്നീട് സംഭവിച്ചാ. പക്ഷെ അതിലൂടെ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ട ദുരിതം വേറെയാ. ഒരു നെഗറ്റീവ് ഫോഴ്സ് ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങനെ മിണ്ടാതിരിക്കും. ഇപ്പൊ നമ്മൾ മോഷ്ടിക്കാൻ പോയി, ഇന്നലെ ആരോടും സംസാരിച്ച കാര്യമാണ്. ഒരു ഉത്സവ പറമ്പിൽ ഒരു കള്ളൻ ഒറ്റയ്ക്ക് നിൽക്കുക. അയാൾ വളരെ ഹെൽപ്ലെസ് ആയിരിക്കും. മെല്ലെ എല്ലാവരും നോക്കി എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണമെന്ന് ആലോചിച്ചിരിക്കും. അതേപോലെ ഒരു വീട്ടിനുള്ളിലെ ചെറിയ ഫോൾട്ട്, എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കും. അതേ ഉത്സവ പറമ്പിൽ അതേ സ്വഭാവമുള്ള മറ്റൊരാൾ വരുന്നു. അയാൾക്ക് മനസ്സിലായി ഇത് കള്ളനാണെന്ന്, ഇയാൾക്ക് മനസ്സിലായി അത് എന്നെ പോലെ ഒരു കള്ളനാണെന്ന്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാവുന്നു. അപ്പോഴത്തേക്കും അവരുടെ ആ മോഷണത്തിന് കുറച്ചുകൂടി ട്രെൻഡ് ആവുന്നു, ഒരു ധൈര്യം കിട്ടുന്നു. അതേപോലെ വാസ്തു ഫോൾട്ട് രണ്ടാമത്തെ ഫോൾട്ടിനെ കൂടെ വരുമ്പോൾ കുറച്ചുകൂടി സ്ട്രെങ്ത് ആവും. ഒരു 3-4 മോഷ്ടാക്കളെല്ലാം പരസ്പരം പരിചയപ്പെടും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, 4 പേർക്ക് ഒരുമിച്ച് നിന്ന് ഉത്സവ പറമ്പിൽ എന്തെങ്കിലും വിലപ്പെട്ടത് എന്തെങ്കിലും എടുത്ത് കൊണ്ട് പോകാമെന്ന് ചിന്തിക്കുന്നു. എളുപ്പം അവർക്ക് കാര്യം നടക്കും, ചിലപ്പോൾ നടക്കുമായിരിക്കും. അതേപോലെ വാസ്തു ഫോൾട്ട് ഒരു ചെറിയ ഫോൾട്ട് വന്ന് അങ്ങനെ മങ്ങി നിൽക്കും. പിന്നെ വേറൊരു ഫോൾട്ട് വരുമ്പോൾ അതിനെ വലിക്കും. കുറച്ചുകൂടെ അങ്ങനെ ഒരു 4-5 ഫോൾട്ട് വരുമ്പോൾ അത് ബലിഷ്ടമായ ഒരു വാസ്തു ഫോൾട്ട് ആവുകയും നമ്മുടെ വിലപ്പെട്ടത് എന്തെങ്കിലും ഒന്ന് കാർന്നു കൊണ്ട് പോവുകയും ചെയ്യുന്നു. എപ്പോഴും വീടിനെ ഞാൻ രണ്ടായിട്ട് കാണാൻ പറയും എല്ലാവരുടെ അടുത്തും. ആന, പെരുമ്പാമ്പ്. ആന കഴിക്കുന്നത് അറിയാൻ പറ്റില്ല, ആന മെല്ലെ കഴിക്കുള്ളൂ. ഒരു ഇച്ചിരി ഭക്ഷണം ആ തുമ്പിക്കയിൽ എടുത്തുകൊണ്ട് കാതാട്ടും കാലാട്ടും, അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും, വാലാട്ടും, കഴിഞ്ഞ് മെല്ലെ എടുത്ത് കഴിക്കും. പക്ഷെ 2-3 മണിക്കൂർ കഴിഞ്ഞ് വരാണെങ്കിൽ അതെല്ലാം തീർന്നിട്ടുണ്ടാവണം. അതുകൊണ്ട് അറിയില്ല, മെല്ലെ കഴിക്കും. പക്ഷെ പെരുമ്പാമ്പ് അങ്ങനെയല്ല, ഒരൊറ്റ ക്യാച്ച്. പിന്നെ കുറച്ച് കാലത്തേക്ക് പെരുമ്പാമ്പ് അവിടെ ഇല്ല. വളരെ പേടിക്കാതെ സുഖമായി നമുക്ക് ആ ഏരിയ പരിസരത്ത് പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായ ഒരു സ്ഥലത്ത് ഒരു ക്യാച്ച്. ഇതാ വീട് തരുന്നത്. ഇപ്പോഴും കാശും പണവും കാറും ബംഗ്ലാവും ഒക്കെ ഉള്ള ഒരുപാട് വാസ്തുദോഷമുള്ള വീട്ടിലുണ്ട്. ഉള്ളിലോട്ട് പോകുമ്പം അവരുടെ എക്കാലവും അവർക്ക് മനസ്സിന്റെ നീറ്റൽ പോകാത്ത വലിയൊരു സങ്കടം അവരുടെ കയ്യിലുണ്ടാവും. ഒന്നുകിൽ മകന് ഓട്ടിസം, അല്ലെങ്കിൽ അകാലത്തിൽ അസുഖം വന്ന് എല്ലാ ദിവസവും അവരുടെ നിത്യചര്യകൾ കഴിച്ചു കൊടുക്കേണ്ട മക്കള് കാണും വീട്ടിൽ, മാതാപിതാക്കളോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോ, അല്ലെങ്കിൽ ഒന്നും വേണ്ട അവിടെ ഒരു ജോലിക്കാരെങ്കിലും ഇത്തരം ദുരൂഹ അവസ്ഥയിലുള്ള ജോലിക്കാരെങ്കിലും വീട്ടിൽ കാണും. കാരണം വീടിന് ആവശ്യം ഒരു പ്രതികാരമാണ്. ആ ജോലിക്കാരും ഇവരുമായിട്ട് നല്ല പെറ്റായി വീടിന്റെ മുതലാളിക്ക് തുല്യമുള്ള ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ അവരെ അന്വേഷിക്കുമ്പോൾ അവർക്ക് ഭർത്താവില്ലാത്ത ആളായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അസുഖമുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ അവരൊരു വലിയൊരു രോഗിയായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വലിയൊരു ചുമതല ഉള്ള ജോലി ഒരു ദിവസം പോലും ചെയ്യാതിരിക്കാൻ പറ്റില്ല, അത്രയും കാശ് ആവശ്യമുള്ള വലിയ ദുഃഖങ്ങൾ പേരുന്ന ഒരു വേലക്കാരിയായിരിക്കാം. വീടത് എടുക്കുകയാണ് ആ പ്രതികാരം. കാരണം
ഈ വീടുമായിട്ട് ആര് പെറ്റാവുന്നുവോ, ആ വീടിന്റെ ആളായിട്ട് ആര് സങ്കല്പിക്കുന്നുവോ അവർക്ക് ഈ വിധി ഷെയർ ചെയ്യേണ്ടി വരും. സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഓരോ സംശയങ്ങളുണ്ടാവും, സാറിനെ ബന്ധപ്പെടാം. ഇതുപോലെ മനോഹരമായ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക്